അപ്പോൾ ഇവർ രണ്ടുപേരും ആരും അറിയാതെ ചാടി പോകുന്ന കപ്പിൾസാണ് കേട്ടോ. അപ്പോൾ അവരുടെ രജിസ്റ്റർ മാരേജ് ആണ് നടക്കുന്നത്. ഞാനും നൗഫലാണ് സാക്ഷികൾ. അപ്പോൾ നമ്മൾ സൈൻ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ എവിടെയെങ്കിലൊക്കെ പോയി ജീവിക്കട്ടെ അല്ലേ. 2ഉം 3ഉം കല്യാണം കഴിക്കണതിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? പെണ്ണുങ്ങളെ പേടിച്ചിട്ടാണ് ഇതൊരു അഭിപ്രായം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 കല്യാണം കഴിക്കൊണ്ട് തെറ്റൊന്നുമില്ല. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കണ്ട് അന്തം വിട്ട് നിൽക്കുകയാണ്. ഈ തലക്കൊന്നും നോക്കിയിട്ട് തല കാണുന്നില്ല. അത്രയും ഐറ്റം വെറൈറ്റി. ലോകത്തിലെ എല്ലാ ഫുഡും ഇവിടെ ഉണ്ട്. കോടൊന്നല്ലേ, അത് അവിടെ ആരോ പുകച്ചതാണ്. ഇതെന്ത് കല്യാണാണ്? സിംഹത്തിന്റെ പുറത്താണ് കേറിക്കിട്ടോ. അതാ കണ്ടന്റിന് വേണ്ടി തന്ന കൈയൊടിച്ചിക്ക കുട്ടിന്റെ ചങ്ങന്മാരെ ഇരിക്കുമ്പോ അതേമാതിരി സ്വർണ്ണ ക്ലോസറ്റിലും കക്കൂസിലേക്ക് ഇരുന്നിട്ട് കാര്യം സാധിക്കണം. കുട്ടികളെയും കൊണ്ട് ഇതേപോലെ ട്രിപ്പ് പോകുമ്പോഴേ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന പാട്ടൊന്നും നടക്കൂല കേട്ടോ. ഇവർക്ക് ഈ കാർട്ടൂണും ഈ പാട്ടൊക്കെ ഇട്ട് കൊടുക്കേണ്ടി വരും. ഇതാണ് ഇപ്പോൾ അവസ്ഥ കണ്ടോ. വണ്ടിയിൽ 2 കുട്ടികളാണുള്ളത്. നൗഫലിൻ്റെ കുട്ടിയുണ്ട്, എൻ്റെ കുട്ടിയുണ്ട്. അപ്പോൾ ഇവർക്ക് ഇപ്പോൾ ഇതൊക്കെ നടക്കാൻ കണ്ടോ, കണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ 8 മണിക്കൂർ നീണ്ട ഒരു വലിയൊരു യാത്ര കേട്ടോ. നമ്മളെ മൂന്നാർക്കാണ് പോകുന്നത്. അപ്പോൾ ബാക്കിയില്ലേ കാണിച്ചു തരാം. അപ്പോൾ ചുരം കയറി കഴിഞ്ഞപ്പോൾ ഏതൊരു വെള്ളച്ചാട്ടമുണ്ട്. വെള്ളച്ചാട്ടത്തിൻ്റെ പേരൊന്നും അറിയില്ല, അറിയണൊരു കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതാ ഏകദേശം ചുരം കയറി കഴിഞ്ഞു. എല്ലാവരും വെള്ളച്ചാട്ടം ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. അപ്പോൾ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ ആരൊക്കെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ 8 മണിക്കൂറത്തെ നീണ്ട യാത്രക്കൊടുവിൽ ഞങ്ങൾ മൂന്നാറെത്തി. ചായത്തോട്ടം കണ്ടുപോകും. അപ്പോൾ എത്തിയിട്ടില്ല, കുറച്ചും കൂടി ഉണ്ട്. അപ്പോൾ ഏകദേശം എത്താനായി. അപ്പോൾ ഇവിടെ ഛർദ്ദിച്ച് പണ്ടാരടക്കിയിരിക്കുന്നു ചിലവിലൊക്കെ. അപ്പോൾ അതിനും വേണ്ടിയിട്ട് ഒന്നിങ്ങോട്ട് ചുരം കയറിയതൊക്കെ അല്ലേ. അപ്പോൾ ഒന്നിങ്ങോട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ നേരത്ത് നിൽക്കുകയാണ്. അപ്പം ഇനി അവിടെ നൗഫലും ഫാമിലിയും വരുന്നുണ്ട്. അവിടെ നിന്നിട്ട് നൗഫലിൻ്റെ കുട്ടിയാണ് വരുന്നത്, അലേഹ. നീ കണ്ടോളി നൗഫൽ, നീ കണ്ടോളി കാട്ടുന്നത്. അവനിപ്പോൾ ഫോൺ എടുക്കും. ആണ്ടോ ഫോൺ എടുത്തു. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നൗഫൽ വ്ളോഗ് എടുക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ ഇനി വീണ്ടും അവിടെ നിന്ന് പോകുന്നു. ഇനി കുറച്ചുകൂടെ ദൂരം കേട്ടോ. നമ്മൾ പോണത് ഒരു സസ്പെൻസ് അല്ല സർപ്രൈസ് സ്ഥലത്തേക്കാണ്. അപ്പോൾ കണ്ടറിഞ്ഞോളി, അടിപൊളി ആംബിയൻസ് ആണ്. ഞാൻ അവിടെ കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും നഷ്ടമാണ്. ഫുള്ള് കണ്ടോളി. അതെ, അങ്ങനെ ഒടുവിൽ സ്ഥലത്തി. നമ്പർ 1 റിസോർട്ടായില്ല, പറക്കാട്ട് റിസോർട്ട്. അപ്പോൾ നമ്മളെ മൂന്നാറിലെ തന്നെ നമ്പർ 1 റിസോർട്ടായില്ല, പറക്കാട്ടിൻ്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നുണ്ടോ. അപ്പോൾ നമ്മളിവിടെ ഗസ്റ്റായിട്ട് വന്നതാണ്, 2 ദിവസത്തേക്ക് വന്നതാണ്. അപ്പോൾ നമ്മളെ വണ്ടിയും കാര്യങ്ങളൊക്കെ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സെക്യൂരിറ്റി വന്ന് ചാവിയൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വണ്ടിയൊക്കെ അവർ കൊണ്ടുപോയി പാർക്ക് ചെയ്തു. അപ്പോൾ ഈ മൂന്നാറിലെ നമ്പർ 1 റിസോർട്ടാണെന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കണല്ലോ. അപ്പോൾ നമുക്കിത് മൊത്തം കണ്ടറിയാം. ഇതെന്ത് കല്യാണാണ്? നമ്മൾ കുറച്ച് നേരമാണ് മാറിയപ്പോൾ ഈ പെണ്ണുങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടാക്കണില്ലേ. ഇത് കല്യാണം എന്നല്ല കേട്ടോ, പറക്കാട്ടിൽ നമ്മൾ ചെല്ലുമ്പോൾ സ്വീകരണമാണ്. കണ്ടന്റിന് വേണ്ടി തന്ന കൈയൊടിച്ചിക്ക കുട്ടിന്റെ കൊരങ്ങനെ അടുക്കൊക്കെ നടന്നു വാ, കേറി മാലട്ടിരുന്നേക്ക്. അതാ ഇനി നോക്കാം, ഇങ്ങോട്ട് നോക്കാം. തിരിച്ച നീ വെച്ചുക. അപ്പോൾ നമ്മളിതാ പറക്കാട്ടിൻ്റെ ഫ്രണ്ടിൽ നിന്നാണ് വീഡിയോ ചെയ്ത് തുടങ്ങാം. അപ്പോൾ പറക്കാട്ടിൻ്റെ ഏത് മുക്കും മൂലി നമ്മൾ വീഡിയോയിൽ കാണിച്ചു തരും കേട്ടോ. അപ്പോൾ ഇതാ സിംഹത്തിൻ്റെ പുറത്ത് കയറിയിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ ഇതാ ആനുണ്ട്, സിംഹമുണ്ട്, എല്ലാം ഉണ്ട് ഇവിടെ. സ്വർണത്തിൻ്റെ സിംഹമാണ് എന്നാണ് കണ്ടിട്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ബാക്കിയിലൊക്കെ ഒന്ന് പോയോക്കാം. അപ്പോൾ നമ്മൾ ചെന്ന് കയറിയപ്പോൾ വെൽക്കം ഡ്രിങ്ക് ആയിട്ട് നമുക്ക് കിട്ടിയ സാധനം എന്താണെന്നറിയോ? ചുക്ക് കാപ്പി ഗൈസ്. അപ്പോൾ തണുപ്പൊക്കെ ആയതുകൊണ്ട് ചുക്ക് കാപ്പിയാണ് നല്ലത്. അപ്പോൾ ഇനി നമ്മൾ നേരെ ചെന്ന് കയറുമ്പോൾ തന്നെ ഫസ്റ്റ് കാണുന്നത് പറക്കാട്ട് ജ്വല്ലേഴ്സാണ്. ഇവിടെ കണ്ടോ, ഇവിടെ ഒരുപാട് ജ്വല്ലേഴ്സിൻ്റെ കളക്ഷനൊക്കെ ഉണ്ട് കേട്ടോ. ഫ്രണ്ടിൽ തന്നെയാണ്. അപ്പോൾ സ്വർണ്ണം കണ്ടില്ല കളിയാണ് സംഭവം. ഒറിജിനൽ സ്വർണ്ണമല്ല കേട്ടോ. എന്താ വെച്ചാൽ സ്വർണ്ണത്തിൽ 24 ക്യാരറ്റ് ഗോൾഡിൽ പൊതിഞ്ഞ സ്വർണ്ണമാണ് എന്നാണ് ഇവർ പറഞ്ഞത്. അപ്പോൾ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ആട്ടോ. എന്താ വെച്ചാൽ നമ്മൾ നോർമൽ ജ്വല്ലേഴ്സിൽ കാണുന്നതിനേക്കാളും കുറച്ചും കൂടെ എന്താ പറയുക ഹെറിറ്റേജ് ടൈപ്പിലുണ്ട്. അങ്ങനെ ഒരുപാട് വെറൈറ്റി സാധനങ്ങൾ കേട്ടോ. നമുക്ക് കാണുമ്പോൾ തന്നെ കുറച്ച് അട്രാക്റ്റീവ് ആയുള്ള സാധനങ്ങളാണ്. അപ്പോൾ ഗൈസ് ഇവിടെ നടക്കാൻ പോകുന്നതാണ് രജിസ്റ്റർ മാരേജ് ആണ്. ഇതാ കണ്ടോ, അൻസിലും അവൻ്റെ വൈഫാവാൻ പോകുന്ന ആളും വന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ രജിസ്റ്റർ മാരേജ് ആണ്. ഞാനും നൗഫൽ ഉമ്മയും മോനുമാണ് നമ്മുടെ സാക്ഷികൾ.
അപ്പോൾ സാക്ഷിയൊക്കെ എന്ന ക്ഷീണത്തിൽ ഞാൻ അങ്ങനെ നടക്കാം കേട്ടോ. പിന്നെ അത് കണ്ടന്റിന് വേണ്ടി ചെയ്താട്ടോ, അല്ലാതെ ശരിക്കലൊന്നല്ല. പിന്നെ അപ്പോൾ ഇനി ഇവിടുത്തെ വൈബും കാര്യങ്ങളൊക്കെ നോക്കാം. അയലോ പറക്കാട്ട് നല്ല വൈബാട്ടോ. ഇവിടുന്ന് ചെന്ന് കയറുമ്പോൾ തന്നെ ഫസ്റ്റിൽ കാണുന്ന ഒരു വ്യൂ ആണ് ഇവിടുത്തെ ഫോട്ടോ എടുക്കുന്ന ഏരിയ ആണിത്. എന്ന് വെച്ചാൽ ഒരുപാട് കണ്ടോ ചായത്തോട്ടം. ഇവിടുത്തെ പ്രത്യേക ഒരു സ്പെഷ്യൽ ഏരിയ ഉണ്ടത്. എന്ന് വെച്ചാൽ നമുക്ക് കപ്പിൾസിനോ നമ്മുടെ ഫാമിലിക്കോ എല്ലാവർക്കും അടിപൊളിയായി ഫോട്ടോസ് എടുക്കാൻ പറ്റുന്ന ഒരുപാട് ഐറ്റം സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്നുള്ള വ്യൂ കാര്യങ്ങളൊക്കെ നോക്കാം. അവിടെ നോക്കുമ്പോൾ അവിടെ സ്വിമ്മിങ് പൂൾ ഉണ്ട്. സ്വിമ്മിങ് പൂളിൽ ആരൊക്കെ കുളിക്കുന്നുണ്ട്. ആനന്ദ തുമ്പിക്കൈന്ന് വെള്ളമൊക്കെ ചാടുന്നുണ്ട്. അപ്പോൾ സ്വിമ്മിങ് പൂള് പിന്നെ വേറെ എന്തൊക്കെയാണ്, കുതിരവണ്ടി ഉണ്ട് ഇവിടെ. പിന്നെ അതേപോലെ ഇവിടെ ഇരിക്കാൻ പറ്റുന്ന കുറേ ഏരിയ ഉണ്ട്, ഗെയിംസ് ഉണ്ട്, കുറേ പരിപാടി ഉണ്ട്, ഒക്കെ ഫോട്ടോഷൂട്ടിൻ്റെ ഏരിയ ആയിട്ട് കണ്ടിട്ട്. അപ്പോൾ ചായത്തോട്ടത്തിൻ്റെ വ്യൂ ആണ് മെയിനായിട്ട് ഇവിടെ കാണാനുള്ളത്. അപ്പോൾ ഈ ചായത്തോട്ടം വ്യൂ ഒക്കെ കണ്ട് നമുക്ക് അടിപൊളിയായിട്ട് ഇവിടെ അളിച്ച് പൊളിക്കാന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള ഏരിയകളൊക്കെ ഒന്ന് പോയിട്ട് കണ്ടു നോക്കാം. ഓക്കെ, കോടല്ലേ കോടന്നല്ലേ പുക വരെയാ കത്തിച്ച ആരോ കത്തിച്ചാണ്. കോടന്നല്ലോ വെറുതെ വരാ. അത് കണ്ടന്റിന് വേണ്ടിയാണ്ട് വാപ്പ കൈ ഓടിച്ചേത്തരേ. കണ്ടന്റിന് വേണ്ടിയാണ്ട്. ഷാജാൻ ഷാന്റെ കുട്ടി ഇതാരാ? ലുമിയമ്മി ഷാജാൻ ഷാന്റെ വൈഫ്. ഇത് പിന്നെ ഞാൻ പറയണ്ടല്ലോ. ക്യാമറ മേനോന്. അപ്പൊ നമ്മളെ റൂമൊക്കെ പോവാട്ടോ. റൂം എങ്ങനെ നോക്കാം. റൂമൊക്കെ അടിപൊളിയാണല്ലോ. നമ്മളിവിടെ 2 ഡേ ആണ്. അപ്പോൾ ഫസ്റ്റ് ഡേ നമുക്ക് കിട്ടിയ റൂമാണ്. അപ്പോൾ നെക്സ്റ്റ് ഡേ വേറെ റൂമാണ് തരാന്ന് പറഞ്ഞ് അവിടെ നിൽക്കുന്നുണ്ട്. പാൽപ്പൊടിയും പഞ്ചസാരയൊക്കെ കൊടുത്തിക്കണ അതൊക്കെ തിന്നുന്നുണ്ട്. നോക്കാം കേട്ടോ. ഈ പാൽപ്പൊടിയും പഞ്ചസാര തിന്നാണ് അവളെ പണി. ഇങ്ങനെ പോന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ബാത്റൂം ഉണ്ട്. ബാത്റൂം നല്ല സെറ്റപ്പ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞാൽ ഇവിടെ വേറെ ലാൻഡ് ഫോണൊക്കെ ഉണ്ടോ ബാത്റൂമിൻ്റെ ഉള്ളിൽ. ഞങ്ങളുടെ ഇവിടെ ബാത്ത് ടബ് ഉണ്ട് കേട്ടോ. കടന്ന് കുളിക്കാം, അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ഇനി ഇവിടുത്തെ പുറത്തത്തെ അവിടുന്ന് വ്യൂ ഉണ്ടോ? ഈ പുറത്തത്തെ വ്യൂ ഒന്ന് കാണിച്ചെടുത്തോ. പുറത്തുള്ള വ്യൂ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എടുക്കാം. അങ്ങനെ നോക്കിക്കോ. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് തുറന്നിട്ട് പോകരുത്, കുരങ്ങന്മാരുടെ ശല്യം ഉണ്ട് എന്നൊക്കെ. അപ്പോൾ കാട്ടിലാണ് സംഭവം, മൂന്നാറല്ലേ. അപ്പോൾ ഇതാണ് നമ്മളെ പുറത്തേക്കുള്ള വൈബ്. നല്ല തണുപ്പുണ്ട് കണ്ടോ, നല്ല വൈബാട്ടോ ഇവിടെ. കണ്ടോ വ്യൂ, ഭയങ്കര വ്യൂ ആണ്. വ്യൂ ആണ് ഇവിടുത്തെ മെയിൻ. വൈകുന്നേരം ഞങ്ങൾ പൂളിൽ ചാടുന്നതാണ്. നോക്ക തണുപ്പത്ത് പൂളും കൂടി ചാടിയപ്പം ക്യാമ്പ് ഫയർ ഉണ്ട്. ലൂമി ഇങ്ങോട്ട് നോക്കാം. എനിക്ക് എവിടെ ചാടണ്ട്? വെള്ളത്തിൽ ചാടണ എവിടെ ചാടണ്ട്? എന്റെ പേരെന്താ? അതല്ല, എന്താണ്? സ്വിമ്മിങ് പൂളോ ഗൈസ്? അപ്പൊ സ്വിമ്മിങ് പൂളാത്രേ. സ്വിമ്മിങ് പൂളിനെ അവള് സ്വിമ്മിങ് കൂൾ എന്നാണ് പറയുന്നത്. സ്വിമ്മിങ് പൂളിക്ക് ചാടാത്രേ. കേട്ടോ, നല്ല സെറ്റപ്പാട്ടോ. ഇതൊക്കെയാണ് പാട്ട്. അപ്പൊ തൽക്കാലം പാട്ട് ഞാൻ മ്യൂട്ട് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ക്യാമ്പ് ഫയർ ആണ്. നൈറ്റിൽ ഫുൾ DJ പരിപാടിയൊക്കെയാണ്. അപ്പോൾ അവിടുന്ന് നമുക്ക് മറ്റേ പോപ്കോണൊക്കെ തരുന്നുണ്ട്. എല്ലാം ഇവിടെ എല്ലാ പരിപാടിയും ഫ്രീ ആട്ടോ. നമ്മളെ അഡീഷണൽ പേയ്മെൻ്റ് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് കഴിക്കാനുള്ള സ്വീറ്റ്സു കാര്യങ്ങൾ എല്ലാം ഇവിടുന്ന് കിട്ടും. അപ്പം ഇന്ത്യൻ നൗഫലിന് കിടിലൻ ഡാൻസാണ് നിങ്ങൾ കാണുന്നത്. അപ്പം ഇനി നേരം വെളുത്തപ്പോൾ കണ്ട കാഴ്ച. ഇരിക്കുമ്പോൾ അതേമാതിരി സ്വർണ്ണ ക്ലോസറ്റിലും കക്കൂസിലൊക്കെ ഇരുന്നിട്ട് കാര്യം സാധിക്കണം. സ്വർണ്ണത്തിന്റെ ക്ലോസറ്റ് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടുപോകണം. അതാണ് നമ്മൾ ഫുൾ ലക്ഷറി ലൈഫിലാണ് പോകണ്ടോ. തുറന്നിട്ട് കൊണ്ടാണോ ഉള്ളില് അങ്ങനെയൊക്കെ വേണേ. അപ്പൊ ഗൈസ്, ഇനി ഇവിടുത്തെ ഫുഡാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ ഈ തലക്കെന്നാ തലക്കൊക്കെ നോക്കിയിട്ട് കാണില്ല, അത്രയും വെറൈറ്റി ഫുഡാണ്. ഈ ദുനിയാവ് കിട്ടുന്ന എല്ലാ ടൈപ്പ് ഫുഡും ഉണ്ട്. ഇത് കണ്ടിട്ട് തന്നെ ഇപ്പൊ എന്റെ വയറ് ഇറങ്ങും. അപ്പൊ എന്താ എടുക്കുക നോക്കട്ടെ. നോക്കിയപ്പോ കൂടുതലുണ്ടായാലും ഗതിയിടും.
മാഗി ഇതാ നൂഡിൽസാ നമുക്ക് വേറെ സാധനം കാട്ടി തരാം. പായസം ഉണ്ടോ? പയങ്കഞ്ഞി. അതെന്താ? പയങ്കഞ്ഞി അത് പായസം. ഇത് പായസം. കുട്ടിക്ക് എടുത്തരാട്ടാ. അപ്പം പൊന്തിച്ചു കാണിച്ചെടുത്താന് കുട്ടിക്ക്. ഇത് പൊന്തിച്ചു പായസം കണ്ടോ? വെറൈറ്റിക്ക് അതൊരു പായസം സ്റ്റാർട്ട് ചെയ്യല്ലേ? വെറൈറ്റിക്ക് പായസമൊക്കെ ലാസ്റ്റ് ഓടിക്കാൻ റാസിക്ക് പൂതി വേണോ? കാണാൻ തന്നെ നോക്കിയോ? ഇത് മുട്ടല്ലേ? മുട്ട ചിക്കിയതോ? എന്താ നല്ല 2 ദിവസത്തിന്റെ ഡയറ്റ് കട്ടി. കൂടെ കൂട്ടാനൊക്കെ അടുത്തതായി ചപ്പാത്തി കഷ്ണം. ചപ്പാത്തിനെയാണോ ലെയർ എങ്ങാണ്ടുണ്ടല്ലോ? ഒന്നെടുത്താ മൈക്ക ഒക്കെ ഇടണ്ടേ? തിന്നൂല. റവ കേസരി അവിടക്കല്ലേ? തേങ്ങ തേങ്ങ കണ്ടിട്ട് നട്ടട്ടെ. ഉഴുന്നുവട. വിനോട് വേണോ? വിനോട് സാധാരണ നമുക്ക് എല്ലായിടത്തും കിട്ടണം. ഒന്നുകൂടെ തന്നാണി കേക്കട്ടെ. നമുക്ക് 4 ദിവസം നിൽക്കാം. പെരി പോയ പൊട്ടിനല്ലേ? ഇതൊന്നും പറക്കാട്ടാര് കാണുന്നില്ലല്ലോ അല്ലേ? എടുക്കണ്ടേ? എടുത്തോളി. ഇതൊക്കെ പയങ്കഞ്ഞി വെച്ചു. ഇവിടെ ഇല്ലേ? കുറച്ച് സാധനങ്ങൾ എടുക്കണ്ടേ? പഴം പഴം വേവിച്ചത്. പുതിയ ആപ്പിളിനെ പിരാക്കി പോയിരുന്നു. കുട്ടിക്ക് എടുത്തോ. ലൂമിക്ക് മെച്ചൊരു പാത്രം തരട്ടെ? ആനന്റെ തുമ്പിക്കൈൻ്റെ ഉള്ളിൽ നിന്നാണ് വെള്ളം ചാടുന്നത്. ഇതെങ്ങനെ കുട്ടിന്റെ പാർക്ക് എത്തി? കുട്ടിക്ക് പാർക്ക്. ആരാ അവിടെ? കുരങ്ങുണ്ടോ? അവിടെ കുരങ്ങന്മാരുണ്ട് കേട്ടോ. കൊറേ കുരങ്ങന്മാരുണ്ടല്ലോ. അതാ കുട്ടീനെ ഇതിലൊക്കെ എടുത്ത് കറക്കി ഇങ്ങനെ ഇരിക്കാണ് ഇപ്പൊ. കുട്ടീനപ്പൊ കറങ്ങുന്നുണ്ട് നൗഫല്. നൗഫലും കറങ്ങാണ്. എന്തായി ഫുൾ ക്ലോസ് ഇടുന്നോ? അപ്പൊ ഇന്ന് റൂം മാറിട്ടോ. ഇന്ന് വേറെ റൂമാണ്. ഇന്ന് കുറച്ചും കൂടെ ലക്ഷറി റൂമൊക്കെയാണ് നമ്മൾ വന്നിട്ടുള്ളത്. റൂം ഇങ്ങോട്ട് കയറിയപ്പോ എല്ലാവരും ഇവിടെ വീഡിയോ എടുത്ത് നടക്കാണ്. ഇത് കൂടി കണ്ടോ? ലക്ഷറി ചിത്രപ്പണികളൊക്കെ ഉണ്ട് ഇവിടെ. കുറെ ഫ്രിഡ്ജ് ഉണ്ട്. ആണോ? കണ്ടോ? രാജകീയമായിട്ട് ജീവിക്കാന്നൊക്കെ പറയും. ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം രാജകീയമായിട്ട് ജീവിക്കണ്ടോ? റൂം ഉണ്ടെങ്കിൽ എന്താ റൂം എന്ന് പറയും. ഹെവി റൂമുകളാണ്. വേണോ? TV, സോഫ, റൂം കണ്ടോ? ഇനി ഇവിടുന്ന് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയാൽ ആണോ നമ്മളെ ചായത്തോട്ടവും ഇതൊക്കെ കാണാം. മൂന്നാറ് മൊത്തം ഇവിടെ നിന്ന് കാണാം. കണ്ടോ? ഇത്രയും സെറ്റപ്പാ. അപ്പം ഇനി ഉച്ചക്കത്തെ ലഞ്ചാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ അവിടെ ഉണ്ട്. ഇപ്പോൾ ഉച്ചക്കും ഉണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ ഇപ്പോൾ എന്തൊക്കെ എടുക്കേണ്ടതെന്ന് കൺഫ്യൂഷനാണ് ആകെ. ഇപ്പോൾ കണ്ടോളി. പിന്നെ എല്ലാ ഐറ്റം റൈസുകളും ഉണ്ട്. പിന്നെ അതുപോലെ നമുക്ക് വേണ്ട എന്തൊക്കെ പറയപ്പെട്ടത് നിങ്ങൾ കണ്ടോളി. കണ്ടു മനസ്സിലാക്കി. എനിക്കറിയാം ഇതിൻ്റെ പേരുകളൊന്നും. കുറേ സാധനങ്ങളുണ്ട് ഇവിടെ. പേരൊക്കെ ഇവിടെ എഴുതി വെച്ചിരിക്കണം. പിന്നെ ഇപ്പം എന്തൊക്കെ ചപ്പാത്തി അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ട്. അവിടെ പായസം എന്തോ, പിന്നെ ബനാന കൊണ്ട് ഉണ്ടാക്കിയ ഐറ്റംസ്, പൊരി, പിന്നെ ഇപ്പം ഇതെന്താ സാധനം കറിയാണെന്തോ എഴുതി വെച്ചിട്ടുള്ളത്. പനീർ ബട്ടർ അങ്ങനെ
എന്തൊക്കെ ബട്ടറൊക്കെ ഉണ്ട്, പന്നീറിൻ്റെ ആണ്. പിന്നെ എന്താണുള്ളത്, തീർന്നുണ്ട്, കോളിഫ്ലവർ ആണ്. പിന്നെ സാദാ ചോറ്, പപ്പടം, പിന്നെ അച്ചാറുകൾ, സാലഡുകൾ, അങ്ങനത്തെ കുറേ ഐറ്റംസുകളുണ്ട് ഇവിടെ. ഇനിയിപ്പോൾ വ്യൂ കണ്ട് ഇങ്ങനെ കഴിക്കാം, അതാണ് ഇവിടുത്തെ മെയിൻ സംഭവം കേട്ടോ. ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ആ ചായത്തോട്ടവും ആ കോടയൊക്കെ കണ്ട് ആ ഒരു തണുപ്പിലിരുന്ന് ചൂടില്ലത് ഇങ്ങനെ കഴിക്കാം. അപ്പോൾ ഞാൻ പായസം കുടിച്ച് നോക്കട്ടെ. അപ്പോൾ എന്തോ ഒരു ഐറ്റം പായസമാണത്. അപ്പൊ കുട്ടിന്റെ ജ്യൂസ് കുടിച്ചു ഗൈസ്. ഇനി വേഗം കുടിച്ചത് വേഗം കുടിച്ചോ. അപ്പൊ പോകും കോട നോക്കി ഇതൊന്ന് കുടിച്ചിട്ട മള, എന്നിട്ട് നോക്കാം കോടയ്ക്ക്. കണ്ടോ, കോട കണ്ടുകാണ്ട് നമുക്ക് കോടയിലിരുന്ന് തണുപ്പിലിരുന്ന് ചൂട് ഭക്ഷണങ്ങൾ കഴിക്കാം. റൊമാൻറ്റിക് വരുന്നടാ. ഭയങ്കര കോട. ഇനി അടുത്ത ട്രക്കിങ്ങിനാണ് കേട്ടോ പോണത്. ഇതിലൊക്കെ കുട്ടികളൊക്കെ പേടിച്ചിരിക്കുകയാണ്. ഇങ്ങനെ മറിച്ച് ഒടിച്ച് വളച്ച് കൊണ്ടുപോവാണ് ഡ്രൈവർ. എങ്ങോട്ടാ കൊണ്ടുപോകണമെന്നൊരു പിടുത്തമല്ല. ഏതോ ഒരു ഗുഹ റൂമും കുറേ ഐറ്റംസുകളുണ്ട് ഇവിടെ. അഡ്വഞ്ചർ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങോട്ടാണ് കൊണ്ടുപോകണത് നമ്മളെ. അപ്പോൾ എല്ലാവരും പേടിച്ച് കുട്ടികളിരിക്കുകയാണ്. ലുമിക്ക് ഒരു പേടിയില്ല. ലുമി ഉണ്ടോ? ലുമി ചിരിച്ചിരിക്കുകയാണ് എൻ്റെ ഉള്ളിൽ. അപ്പോൾ ഇനി ഇവിടുത്തെ വർത്തമാനങ്ങൾ എന്തൊക്കെ നോക്കാം. 2ഉം 3ഉം കല്യാണം കഴിക്കണതിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അപ്പോൾ നമുക്ക് ഓരോരുത്തരും അഭിപ്രായം ചോദിക്കാം. ഫസ്റ്റ് ഷാജാനോടൊന്ന് ചോദിക്കാം. എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 കല്യാണം കഴിക്കൊണ്ട് തെറ്റൊന്നുമില്ല. അവരെ നോക്കാനും അവരെ സംരക്ഷിക്കാനും പറ്റുന്ന 2 കല്യാണമൊക്കെ ബെറ്ററാണ്. എന്ന് വെച്ചാല് ഒരാൾ കുറുമ്പാട്ടുമ്പോ ഒരാൾ ഉണ്ടാവുമല്ലോ നമുക്ക്. അത് നല്ലൊരു ഒരു ഓപ്ഷൻ അല്ലേ? എന്താ അഭിപ്രായം? എന്ന് വെച്ചാല് നമ്മള് ഒന്നാമത്തെ കേസ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കല്യാണം കഴിച്ച ആ ഒരു പുതുക്കത്തിലാവില്ലല്ലോ പിന്നീടുള്ള ജീവിതങ്ങള്. അപ്പൊ ഒരു പങ്കാളിയും കൂടെ നമ്മളെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞാല് മറ്റുള്ള ആളുകൾക്ക് ഒന്ന് ഒതുങ്ങാൻ നന്നാവും. എന്താ പോയിന്റ്? ഓരഭിപ്രായം പെണ്ണുങ്ങളെ പേടിച്ചിട്ടാണ് നൗഫൽ ഇതിനൊരു അഭിപ്രായം പറയാത്തത്. ഒന്നുകൊണ്ട് നമ്മള് എന്റെ മനസ്സിലുള്ള തുറന്നു പറയാൻ അത് പറയാനുള്ള പ്ലാറ്റ്ഫോം പബ്ലിക് അല്ല. നമ്മള് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറയുമ്പോ വളരെ സൂക്ഷിച്ചു വേണം പറയാൻ. അത് കഴിഞ്ഞാൽ എന്തെങ്കിലും നെഗറ്റീവ് വന്ന് നിലവിളിച്ചിട്ട് കാര്യമില്ല. ഇപ്പൊ പറഞ്ഞതൊക്കെ എന്റെ പെണ്ണുങ്ങള് കേൾക്കണമെങ്കിൽ അതിന് എത്ര സങ്കടവും. പറയുന്ന ഷാഹിദ് കമാല് ക്യാമറ ക്യാമറയിലെല്ലാം നിങ്ങളോട് ചോദിച്ചോളി അറിയും. അത് ഞാൻ പറഞ്ഞുതരാം. ക്യാമറയും നിങ്ങളോട് ചോദിക്കരുത്. സത്യം പറയില്ല. സീന് നല്ല കുത്തും നല്ല കുത്താണ്. നല്ല കൊടുക്കല് കൊടുക്കും. അതുകൊണ്ട് പേടിച്ചിട്ട് മുണ്ടാ നിക്കാണ്. ആരത്? ഏതൊരു വല്യമ്മ കുട്ടി? ഒരു വല്യമ്മ കുട്ടി വന്നിക്കണേ. ഇവിടെ ഒരു ആനുണ്ട്. ആണോ? വലിയ പ്രേത റൂം മാത്രത്. അപ്പൊ സൈക്കിളുമ്മ കയറാൻ പോവാണ്. ഈ സൈക്കിളുമ്മയാണൊക്കെ കാലൊക്കെ സൈക്കിൾ ഇട്ടോ ഇങ്ങനെ പോകത്തരുതില്ലേ. ചെറിയ മഴച്ചാറ്റിലുണ്ട്. മഴ പെയ്തപ്പോൾ ആകെ ഒരു ഇതിൽ നിൽക്കുകയാണ്. എന്നാലും നമ്മളിപ്പോൾ മഴയൊന്നും വിഷയമല്ല കേട്ടോ. ഏതായാലും എൻജോയ് ചെയ്യാൻ വന്നേണ്. മഴ കൊണ്ടാലും വേണ്ടില്ല എന്നുള്ള ആൾക്കാണ് പോവുകയാണ്. എന്താ പൊട്ടുണ്ട് പോണു സൈക്കിളുമേ അങ്ങനെ പോണതാ. ഇനി ഇവിടെ എന്തൊക്കെയുണ്ട്, മറ്റേ വെള്ളച്ചാട്ടവും പരിപാടികളൊക്കെ ഉണ്ട്. ഇത് സത്യം പറഞ്ഞ ഒരു ഫോറസ്റ്റിന്റെ വൈബിലാണ് എല്ലാം സെറ്റ് ചെയ്തിട്ടോ. കണ്ടോ, അങ്ങോട്ട് പോയപ്പോൾ അവിടെ നൗഫലും മറ്റേ ഷാജാനും ഫുള്ള് വർത്താനത്തിലാണ്. ഓല് ഇപ്പോഴും ആ വണ്ടി കച്ചവടത്തിൻ്റെ വർത്താനമുണ്ട്. പക്ഷേ ഒരു ടൂർ വന്നാലും വണ്ടി കച്ചവടത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. കണ്ടോ, വെള്ളച്ചാട്ടം അങ്ങനെ അടിപൊളിയായി ചാടണമുണ്ട് അവിടെ. അപ്പോൾ പറക്കാട്ടിലെ ഇതിൻ്റെ ഉള്ളിൽ കാട്ടിലേക്ക് പോവാണ്. കണ്ടോ, എന്താണ് ട്രീ ഹൗസോ? ട്രീ ഹൗസ് എന്തൊക്കെയുണ്ട് കണ്ടോ. നൗഫൽ കുട്ടീനെ ആയിട്ട് വരുന്നുണ്ട്. സീനും ഉണ്ട്. അപ്പോൾ നമുക്ക് ഇനി ട്രീ ഹൗസും കേവ് റൂമൊക്കെ എങ്ങനെ ഉണ്ട് നോക്കാം. കണ്ടോ, നല്ല ലക്ഷറി സെറ്റപ്പ് ആട്ടോ. അടിപൊളി, ഒന്നും പറയാല്ല വൈബ്. അത് അവിടെ ചെറിയ ഒരു നിർമ്മിച്ച വെള്ളച്ചാട്ടം ഉണ്ട്. അവിടെ എല്ലാവരും വീഡിയോ എടുത്തോണ്ടിരിക്കാണ്. അവിടെ ലുമ്മിമോളുടെ വെച്ച് നോക്കി നിൽക്കുന്നുണ്ട്. നോക്കാം,
മെസ്സിമോളി കാര്യം എന്തിനാ കാര്യണ്? ചീത്ത പറഞ്ഞോളൂ. എന്തിനാ ചീത്ത പറഞ്ഞു മെസ്സി കുട്ടിനെ? ഇറങ്ങണില്ല. നമുക്ക് അഴിഞ്ഞാലൊക്കെ നടക്കണ കൂടി കുരങ്ങന്മാരുണ്ടോ അവിടെ? പോയാലോ? പോയോക്കാം. ആ അതൊരു ക്ലീൻ ചെയ്തോണ്ട് അങ്ങനെ നമ്മൾ 2 ദിവസത്തെ അടിച്ചു പൊളിക്ക് ശേഷം തിരിച്ചു പോരാണ്. ഇത് അവിടെ തേയിലത്തോട്ടത്തിലൊക്കെ കണ്ടോ, ഈ തണുപ്പത്ത് നിങ്ങനെ എൻജോയ് ചെയ്ത് പണിയെടുക്കുകയാണ് ഇവരൊക്കെ. അപ്പോൾ അങ്ങനെ കണ്ടോ ഫുള്ള് കോടയാണ്. അപ്പോൾ അങ്ങനെ ഒരു നമ്മൾ വന്നതിനേക്കാളിലും കോടയായി ഇപ്പോൾ നമ്മൾ പോകാൻ നേരത്ത് കണ്ടോ. റോഡ് സൈഡിലൊക്കെ നല്ല കോടയാണ്, ഇപ്പോൾ കണ്ടറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാത്തിനും കണ്ട എല്ലാവർക്കും താങ്ക്സ്.